അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സമരമുഖത്ത് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സമരമുഖത്ത് തന്നെ ഉണ്ടാവണം. അതിനെതിരിൽ നിങ്ങളെ സംഘടനയാണ് വരുന്നതെങ്കിൽ ആ സംഘടനക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഒരു പുതിയ പ്രവർത്തനമല്ലല്ലോ, 2013 തുടങ്ങിയതല്ലേ സംഘടനക്കെതിരെ പ്രവർത്തിക്കൽ. എല്ലാ സ്ഥലത്തും എന്തിനാ കരച്ചിലേറങ്ങള്? ഇല്ല, എന്തിനാന്ന് അറിഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ കരച്ചിലെന്ന് പറയാം. കുറച്ചാളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരതാ നമ്മളെ സംഘടന വേണ്ട സ്വർഗത്തിൽ കടക്കാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഇടങ്ങാറാണ് അവരെ കൊണ്ട്. നീ സ്വയം അങ്ങ് പറഞ്ഞോ വല്ലാത്ത ഇടങ്ങേറാണ് എന്ന്. അതല്ലാതെ മൗലാന പേരോട് ഉസ്താദ് നിങ്ങളെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറാണ് എന്നുള്ള പ്രസംഗം പ്രസംഗിച്ചിട്ടില്ല. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു ഇടങ്ങേറുമില്ല. ഞങ്ങൾ പറയാൻ കരുതിയത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആദർശവേദി എന്ന് പറഞ്ഞുകൊണ്ട് മൗലാന പേരോട് ഉസ്താദിൻ്റെ തീട്ടം തിന്നുകൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ എന്താണ് നൗഷാദേ നീ ചെയ്യുന്നത്? അവരെ നിർത്തുന്നില്ല. ആൾക്കാരാണെങ്കിലും അത് കേട്ട് ഒരൊറ്റ കുട്ടിയും മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നില്ല. ആൾക്കാരത് കേട്ടുകൊണ്ട് ഒരൊറ്റ കുട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നില്ല. ആരുടേത് കേട്ടിട്ട്? കാട്ടുകള്ളനായ നിൻ്റെതോ, അതല്ലെങ്കിൽ പമ്പേഴ്സിൻ്റെതോ, അതല്ലെങ്കിൽ കുഞ്ഞേമീൻ്റെതോ, അതല്ല സാക്ഷാൽ നിൻ്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടേതോ? ആരതാണ് കേട്ടിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വരാത്തത് മോനെ? എന്നാൽ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ്, ഈ വർഷത്തെ മെമ്പർഷിപ്പ് നിനക്കറിയോ എണ്ണം? അതാ പണ്ട് നമ്മള് കക്കൂസിലൊക്കെ വെള്ളമുള്ള പൊന്തൂല്ലതാവൂല, അത് അവിടെ തന്നെ റെഡിയായി ഇങ്ങനെ നിൽക്കുക. മോനെ നൗഷാദിനെ, നിനക്ക് കക്കൂസ് വല്ലാത്ത പരിചയമാണ്. കാരണം കക്കൂസിലെ വെള്ളം നിനക്ക് വല്ലാതെ അറിയാം. അത് നിനക്കറിയും എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. ഓലെ കുട്ടികളും മക്കളൊക്കെ ആയി ചേർന്നുണ്ടാവും. പുതിയ ആരും അതിലാരും വരുന്നില്ല. ഇതാകെ അടങ്ങാറായി ഉള്ളോലെന്നെ രാജിച്ച് പോവാണ്. അത് നിനക്കിങ്ങനെ പറഞ്ഞ് സന്തോഷിക്ക കേട്ടോ. ഉള്ളവർ തന്നെ രാജിവെച്ച് പോവുക എന്ന് നിനക്കിങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞ് സന്തോഷിക്ക. എൻ്റെ ചെറിയങ്ങ് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് തോന്നിപ്പോകും ഇതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന്. ഇല്ല മോനെ, അംഗീകരിക്കുന്നില്ല കേട്ടോ. കാരണം മൗലാന കുഴിയാനാകാണ്. അപ്പൊ ശരിയാണ്, മൗലാന കുയ്യാനയായി. ഞങ്ങൾ അദ്ദേഹത്തെ, നിൻ്റെ കാട്ടുകള്ളനെ ഞങ്ങൾ വലിയ ശേഖായിട്ട് കണ്ടു. ആദ്യം മൗലാനയായി ഞങ്ങൾ അംഗീകരിച്ചു. ആദ്യം ഷെയ്ഖായിട്ട് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പിന്നെ അദ്ദേഹം കള്ളനാണെന്ന് തോന്നി. ഞങ്ങളുടെ വൈരത്തൂര് ഞങ്ങൾ പറഞ്ഞു കള്ളൻ മാത്രമല്ല കാട്ടുകള്ളനാണ്. കാട്ടുകള്ളനവരോടുകൂടെ അദ്ദേഹത്തിനിക്ക് ഏറവെള്ളം ചാടുന്നിടത്തുള്ള കുഴിയാനയുടെ ബലം പോലും ഇല്ലാതെയായി പോയി. കോമാട്ടുചാലിൽ അദ്വായി പോയി. പിന്നെ എല്ലാരും കൂടി പോകുമ്പോ എനിക്ക് ഭയങ്കര ബേജാറ്. ഞാൻ ഈ അടുത്ത് പേരോടിന്റെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോ എല്ലാ സ്ഥലത്തും 1 മണിക്കൂർ പറയുന്ന വിഷയം എന്താ? നമ്മുടെ സംഘടന. മോനെ, നിനക്കത് തെറ്റുപറ്റിയതാണ്. പേരോട് ഉസ്താദ് പ്രസംഗം തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ സംഘടന, നമ്മുടെ സുന്നത്ത് ജമാഅത്ത്, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്യങ്ങൾ എന്ന് പറയൽ ഇന്നും ഇന്നലെയും, അതല്ലെങ്കിൽ നീ ശ്രദ്ധിക്കൽ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതല്ല. നിന്റെ ഉപ്പനെ കൊണ്ട് കെട്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അന്ന് തന്നെ പറയാറുണ്ട് നമ്മുടെ സംഘടന, നമ്മളുടെ സുന്നത്ത് ജമാഅത്ത്, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്യങ്ങൾ എന്ന്
പറഞ്ഞിട്ടല്ലാതെ പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രസംഗവും അവസാനിക്കാറില്ല. അത് തകർന്നു പോവാണ് മക്കളെ. ചിലർ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളാകെ 4 ആളല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനായി ഭയപ്പെടണ്? റോട്ടിലൂടെ വരുന്ന ചത്തരപ്പട്ടിൻ്റെ ഭയപ്പാട് പോലും നിങ്ങളെ 4 ആളെയും ഞങ്ങൾക്കില്ല കേട്ടോ. നിങ്ങൾ 4 ആളല്ല, 40,000 ആളുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിലുള്ള ഇറച്ചിപ്പെരയ്ക്ക് കിടക്കുന്ന ചത്തര പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് ഞങ്ങൾ കൽപ്പിക്കുന്നില്ലെന്ന് മാത്രം. ഞങ്ങളങ്ങോട്ട് അവഗണിച്ചാ പോരെങ്ങൾക്ക്. നിങ്ങളെ അവഗണിക്കുക മാത്രമല്ല, നിങ്ങളുടെ അടിയന്തരം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. വർഷം തോറും അടിയന്തരം ഞങ്ങൾ കഴിക്കാറുണ്ട്. അൻ്റെയും എൻ്റെ കോമാട്ട് ചാലിൽ അദ്ദുവിൻ്റെ പമ്പൈസ് മൂല്യരെ, അതുപോലെ തന്നെ കുഞ്ഞേമത് കള്ളൻ്റെ, ഇതൊക്കെ ഞങ്ങൾ അടിയന്തരം കഴിക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. ആ അടിയന്തരത്തിൽ ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കും ഇതുപോലെ. ആ പ്രസംഗം ചിലപ്പോൾ 3, 4, 5 ചിലപ്പോൾ മാസക്കണക്കിന് നീണ്ടു നിൽക്കും വാട്സപ്പ്, യൂട്യൂബിലൂടെ. അതല്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പേരോട് ഉസ്താദ്, ഞങ്ങളുടെ പൊന്മൾ ഉസ്താദ്, ഞങ്ങളുടെ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇവരെ പോലോത്തൊരൊറ്റ പണ്ഡിതന്മാരും അവരുടെ നാക്ക് കൊണ്ട് നിങ്ങളുടെ പേരുപയോഗിക്കാറില്ല കേട്ടോ. ഇത് നിങ്ങളെയും കൊണ്ടേ പോകൂ. ആഗ്രഹമുണ്ട് അല്ലേ? നിനക്ക് ഞങ്ങളെയും കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് അല്ലേ? മോനെ നൗഷാദേ, നിന്റെ ആഗ്രഹം വല്ലാത്ത ആഗ്രഹമാണ്. നീ അത് മനസ്സിൽ വെച്ചോ. പ്രകടിപ്പിക്കാൻ നിന്റെ കോമാട്ട് ചാലിൽ അബ്ദുള്ളാനെ കൂട്ടിക്കോ, അതുപോലെ കുഞ്ഞാമീനെ കൂട്ടിക്കോ, പമ്പൈസിനെയും കൂട്ടിക്കോ, മൂത്ര പൈസലിനെയും കൂട്ടിക്കോ വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇവരുടെ എല്ലാമായ എല്ലാ ഉന്നത ഹളറത്തിലുള്ള സുലൈമാൻ ബാബ വയനാടിനെയും കൂട്ടിക്കോ വേണമെങ്കിൽ. ആ വലിയ കോളാമ്പിയും കൂട്ടിയിട്ട് അങ്ങ് വരാൻ പറയുമോനെ. അതല്ലാതെ ഇവരെയും കൊണ്ട് നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് പറയാൻ നിനക്ക് പറയാൻ കഴിയൂ. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ നിനക്ക് 1000 വട്ടം ജനിച്ചാൽ പോലും കഴിയൂല കേട്ടോ. ഇതിന്റെ ഫലം ജനബലം അല്ല, ധനബലമല്ല, ഇത് ആത്മഫലമാണ്. അത് ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് ആത്മബലമാണോ, കിബിർ ബലമാണോ, അഹങ്കാര ബലമാണോ എന്നുള്ളത്. ജനബലമാണെങ്കിൽ കുഴപ്പമില്ല, ജനങ്ങൾ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കാം. ആത്മബലമാണ് എന്നാണ് നീ പറഞ്ഞത്. ഇല്ല കേട്ടോ, ആത്മബലത്തിൻ്റെ ഒരംശം പോലും കുരുവട്ടൂരികളിൽ തേണ്ടിയിട്ടില്ല. കുരുവട്ടൂരികളിൽ ഒരംശം പോലും ആത്മബലമില്ല. വെറും കിബിർ ബലമുണ്ട്, അഹങ്കാര ബലമുണ്ട്. എനിക്കെന്തും പറയാൻ കഴിയും, ഞാനെല്ലാം നേടിയെടുക്കും. ഞാനങ്ങ് പറഞ്ഞാൽ അവരങ്ങ് താന്നു പോകും, അവരങ്ങ് മിണ്ടാതിരിക്കും എന്നുള്ള അഹങ്കാര ബലം നിനക്കുണ്ട്. ആ പരിപ്പൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളെടുക്കൽ വേകൂര. അത് പെരുന്നാക്ക് ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക്, അങ്ങനെ അങ്ങ് വേവിച്ച് തന്നോളും മോനെ. അതല്ലാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ നിനക്ക് കഴിയില്ല കേട്ടോ. നമുക്ക് അതിൽ കുറഞ്ഞ ചില കരച്ചിലുകൾ കേൾക്കാം. സംഘടനയ്ക്ക് വേണ്ടിയുള്ള ആർത്തുവിളികൾ. അതിൻ്റെ പേരിലാണ് ഉത്തരേന്ത്യക്കാരെയൊക്കെ ഒന്നിനും പറ്റാത്തവരാക്കി ചിത്രീകരിച്ചത്, ബംഗാളികൾക്കെതിരെ സംസാരിച്ചത്, ഉത്തരേന്ത്യയിലെ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരൊക്കെ യതീമുകളാണ്, അനാഥരാണ്. ഓ എൻ്റെ മോയന്ത് കുഞ്ഞൗഷാദ്, യതീമി എന്ന് ഉദ്ദേശിക്കുന്നത് വാപ്പ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. പാവപ്പെട്ടവർ, വളരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ഉത്തരേന്ത്യയിലുള്ള
മുസ്ലിമീങ്ങൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ നൗഷാദേ, നിനക്ക് എന്ത് പറ്റി? നിന്റെ തലച്ചോറ് നായി നക്കിപ്പോയി. അതുകൊണ്ട് വന്ന ആഫത്താണ് ഇത് നൗഷാദേ. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കരഞ്ഞ് പ്രസംഗിക്കുന്ന പണ്ഡിതൻ്റെ കരച്ചിലെടുത്തുകൊണ്ട് പരിഹസിക്കാൻ, ഇന്ന് പൊതുരംഗത്ത് പരിഹസിക്കാൻ, ആ കരച്ചിലെടുത്ത് പരിഹസിക്കാൻ പോലും കഴിയുന്ന ഒരേ ഒരാൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കുരുവട്ടൂര്. അതിൻ്റെ സെക്രട്ടറിയാണ് നൗഷാദേ. നിനക്കേ അതിന് കഴിയൂ. കാരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ അത് പരിഹസിച്ചു കൊണ്ടെടുത്ത് ക്ലിപ്പാക്കാൻ ലോകത്ത് കഴിവുള്ളവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിൻ്റെ മുമ്പ് ഒരാളും ഇപ്പണി ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്തേ? മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളൊന്ന് കരഞ്ഞു കാണണേ എന്ന് ചിന്തിച്ചതുപോലെ ഇവിടെ സുന്നത്ത് ജമാഅത്തല്ല പ്രശ്നം. ഇവിടെ സുന്നത്ത് ജമാഅത്തല്ല പ്രശ്നം. ഇവിടെ അള്ളാഹിൻ്റെ ദീനല്ല പ്രശ്നം. കുരുവട്ടൂരികൾക്ക് എന്താണ് പ്രശ്നം? കാന്തപുരം വിഭാഗമൊന്ന് താകണം മോനെ. ഉലകത്തുനിന്ന് താകൂല. നീ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമല്ല, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല.